മാപ്പ് മാപ്പേ ഇതാ വീണ്ടും ഒരു മാപ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം കേരള പോലീസിൽ പരാതി എത്തിയിരിക്കുന്നു. വയനാട്ടെ ജില്ലാ പോലീസ് മേധാവിക്ക് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ നല്ല ഒരു പരാതിയും പോയിട്ടുണ്ട്. ആ പരാതിയിൽ നമോ TV അധികൃതർ വിളിച്ചു പറഞ്ഞ വർഗീയ വിദ്വേഷത്തിന്റെ കൃത്യമായ അടയാളമുള്ളത് കൊണ്ട് തന്നെ ആ പരാതിയിൽ എന്തായാലും ഒരു ജാമ്യമില്ലാ വകുപ്പ് കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇത് കൊച്ചു കേരളമാണ്. ഈ കേരളത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനുമൊക്കെ തോളോട് തോള് ചേർന്ന് തന്നെ നിൽക്കും. ഇവിടെ പ്രളയം വന്നാലും കൊറോണ വന്നാലും ഇനി എന്ത് ദുരന്തം വന്നു കഴിഞ്ഞാലും അവർ ഒന്നിച്ചു തന്നെ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. അത് കണ്ട് ചില ആളുകൾക്ക് കലിപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ, കുരുപൊട്ടുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് കുരുപൊട്ടിക്കാൻ പറ്റിയ ഒരു ഇടമല്ല കേരളമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തർപ്രദേശിലോ അതോ ഉത്തരേന്ത്യയില് നിങ്ങളുടെ കയ്യിലുള്ള സംസ്ഥാനത്തോ പോയിട്ട് പറഞ്ഞാൽ മതി. ഇത് കൊച്ചു കേരളമാണ്. ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇവിടെ ചിലപ്പോൾ ഭരണത്തിൽ വരുന്നത് ചിലപ്പോൾ ഇന്ന് പ്രതിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടികളായിരിക്കാം. അവർ മാറി മാറി ഭരിച്ചാലും ഇവിടെ മതേതരത്വത്തിന് കളങ്കം ചാർത്താൻ ഇരു മുന്നണികളും തയ്യാറാവുന്നില്ല എന്ന സത്യം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട്. നമോ TV അധികൃതർക്ക് കൃത്യമായ ഒരു പണി കേരള പോലീസിൽ നിന്നും ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത് കൃത്യമായ രീതിയിലുള്ള ഒരു പരാതി ശ്രീജിത്ത് പെരുമന നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ വിവരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആ പരാതിയിൽ ഈ അവതാരകയായിട്ടുള്ള സ്ത്രീ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ ഒരു പരാതി ലഭിച്ചതുകൊണ്ട് കൃത്യമായ ഒരു നടപടിയെടുക്കാൻ കേരള പോലീസ് നിർബന്ധിതരാകും. കാരണം അത്തരത്തിലുള്ള ഒരു വർഗീയ വിദ്വേഷം തന്നെയാണ് ഈ സ്ത്രീ വെച്ചു വിളമ്പിയിട്ടുള്ളത്. ഒപ്പം കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വ്യക്തമായ രീതിയിൽ അപമാനിച്ചിട്ടുണ്ട്, ഒരു മതത്തെ അപമാനിച്ചിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ അപമാനിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വളരെ വ്യക്തമായി നിങ്ങൾ ചിന്തിക്കുക, ഇതുപോലെയുള്ള നമ്പറുകൾ ഇറക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമല്ല കേരളം. ഇതുപോലെയുള്ള നമ്പർ ഇറക്കിക്കഴിഞ്ഞാൽ നല്ല മുട്ടൻ മറുപടി കേരളത്തിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. What?